പി സി ജോർജിൻ്റെ പ്രസ്താവനകളും പി സി ജോർജിൻ്റെ വംശീയാധിക്ഷേപങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, തെറിയഭിഷേകങ്ങൾ ഇതെല്ലാം കൂടി ഒരു പുസ്തകമാക്കിയാൽ ഒരു വലിയ വിപണന സാധ്യതയുണ്ട്. ഒരു നല്ല എഴുത്തുകാരൻ അതിനെ ഈ പി സി ജോർജിൻ്റെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഒന്ന് ക്രോഡീകരിച്ചെടുത്ത് ഒരു പുസ്തകമാക്കിയാൽ അതിന് വലിയ വിപണന സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അത്രക്കധികം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ചാനൽ ചർച്ചകളും ഒരു ചാനൽ സംസ്കാരവും സന്ധ്യാ ചർച്ചയും ഒക്കെ അന്തിച്ചർച്ചയുമൊക്കെ തുടങ്ങിയതിന് ശേഷം കേരളത്തിന് ഏറ്റവും സുപരിചിതമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പി സി ജോർജ്. എന്നാൽ ഇപ്പോൾ പി സി ജോർജ് മറ്റൊരു വർഗീയ പരാമർശത്തിലൂടെ മുസ്ലിങ്ങളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാനൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് പ്രകോപിതനായപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. പ്രകോപനമൊക്കെ മാറി ഇത് കേസാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ക്ഷമ പറഞ്ഞു പിന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും പി സി ജോർജിൻ്റെ മനസ്സിനകത്ത് നിന്നുള്ള ഒന്നാണ് ആ പുറത്തേക്ക് വന്നത്. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പം കാസ ഒക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കുന്ന വിഷം ചീറ്റലുകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പി സി ജോർജിൻ്റെ ഈ പ്രസ്താവനയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നും എക്കാലവും അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ, മതങ്ങൾ അധിക്ഷേപിക്കുന്നത്, വ്യക്തികൾ അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്, തെറി പറയുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായക്ക് ലൈസൻസ് ഇല്ല. ഇത് തന്നെയാണ് കോടതിയും ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങളുടെ വായക്ക് എന്താ ലൈസൻസ് ഇല്ലേ? നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ, ഒരു രാഷ്ട്രീയ നേതാവല്ലേ, നിങ്ങളിങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. അബദ്ധം എത്ര തവണ പറ്റും? കോടതി കൃത്യമായി ചോദിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ നമ്മുടെ നിയമം കോടതിക്ക് ഉണ്ട്. അവർ ജാമ്യം കൊടുക്കും. അവർ ജാമ്യം കൊടുത്ത ചില പ്രതികളൊക്കെ ചിലപ്പോൾ വീണ്ടും പോയി കൊലപാതകം നടത്തും. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും കോടതി ചോദിക്കുന്ന ന്യായമായ ചോദ്യം അബദ്ധം പറ്റി എന്ന് പറഞ്ഞപ്പോൾ, മാപ്പ് പറഞ്ഞപ്പോൾ, ഇത് എത്രാമത്തെ തവണയാണ് ഈ മാപ്പ് പറയുന്നത്, അബദ്ധം പറ്റുന്നത്? ഇങ്ങനെയൊക്കെ അബദ്ധം പറഞ്ഞിട്ട് ഈ നിലയിൽ വർഗീയത പറയാൻ കഴിയുമോ എന്ന് കോടതി പി സി ജോർജിനോട് ചോദിക്കുകയാണ്. ഇയാൾ ഇത്ര കാലമായി തുടങ്ങിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ആള് എന്തും പറയാം, തന്നെ ആരൊന്നും ചെയ്യില്ല, എന്നിട്ട് കയ്യിൽ ഗണ്ണുണ്ടെന്ന് പറയാം. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു കിട്ടു, താങ്കൾ ഒരു അവതാരക ചോദിക്കുന്നുണ്ട് ഗണ്ണുണ്ടോയെന്ന്. അല്ല, ഗണ്ണ് എൻ്റെ ഉണ്ട്, അത് ഗണ്ണ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ല ഗണ്ണൊക്കെ എൻ്റെ ഉണ്ട് ഉള്ളത് ആളുകൾക്ക് തോന്നിക്കോട്ടെ, എന്നാൽ ആളുകൾക്കൊരു പേടി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തി ഒരു സ്വയം പൊങ്ങിയായിട്ട് ഇങ്ങനെ ഞാൻ എന്തോ വലിയ സംഭവമാണ്, എൻ്റെ തോക്കുണ്ട്, എന്നെ എല്ലാവരും പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നൊക്കെ ഒരു ധാരണ കൂടിയുള്ള ഒരാളാണ്. പക്ഷെ അത് പൂഞ്ഞാറിലെ ജനങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുത്തു. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു ഏറ്റവും അപമാനകരമായ തോൽവി, ഒരു കാലത്ത് 25,000 വോട്ടിന് തോറ്റെടുത്ത് 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക്, സ്വന്തം നാട്ടിലെ സ്വന്തം സമുദായത്തിലെ ആളുകൾക്ക് പോലും വിലയില്ലാത്ത നിലയിൽ അദ്ദേഹം മാറി എന്നുള്ളതാണ്. അത് ഈ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇനി ഒരു രക്ഷയില്ല. UDF ഉം LDF ഉം അദ്ദേഹത്തെ തള്ളിക്കഴിഞ്ഞു. ഇനി ആകെ അദ്ദേഹത്തിന് കൂടേറാനുള്ളത് BJPയിലാണ്. അപ്പോൾ BJPയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നല്ല നിലയിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഈ കാസയുടെ പ്രചരണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതും എല്ലാം കൂടി വന്നപ്പോൾ അങ്ങ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ BJPക്കാരെല്ലാവരും കൂടെ കൂടും, എന്നിട്ടൊന്ന് ഉഷാറാക്കാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ BJP പോലും ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചിരിക്കുകയാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ. കാരണം വായ്ക്ക് ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ എന്തും പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് BJPക്ക് ബോധ്യമുണ്ട്. മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും വോട്ടിംഗ് ശതമാനം കൂട്ടുകയാണ് BJP ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടുന്ന പാർട്ടിക്ക് എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ കൂടും. അപ്പോൾ അവർ കൂടുതൽ വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണോ എന്നറിയില്ല. വല്ലാതെ പി സി ജോർജിനോടൊന്നും ഒരു സമരസപ്പെടുന്ന രീതി കാണുന്നില്ല. ഏതായാലും പി സി ജോർജ് വലിയ തലത്തിലുള്ള ഒരു നിയമക്കുടുക്കിലേക്ക് പോയിരിക്കുകയാണ്. വായിക്ക് ലൈസൻസ് ഇല്ലാതെ എന്തും പറയാൻ കഴിയുന്ന നാടൊന്നുമല്ല കേരളം. അങ്ങനെ മടിയിൽ തോക്കുണ്ട്, അല്ലെങ്കിൽ മടിയിൽ വാളുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തും പറയാം, എനിക്ക് തണ്ടും തടിയും പടവും ഉണ്ട് എന്ന് കരുതി എന്തും പറഞ്ഞാൽ നടക്കുന്ന നാടല്ല. അങ്ങനെ പറഞ്ഞാൽ ജയിലിനകത്തേക്ക് പോകേണ്ടി വരും. അവസാനം ഒരു വിലയുമില്ലാതെയാകും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാകുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത് പി സി ജോർജിനാണ്. പി സി ജോർജിനെ പോലെ ആകും എന്നാണ് പറയുക. PV അൻവറിൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു PV അൻവർ പി സി ജോർജിൻ്റെ അവസ്ഥ വരുമോ എന്നാണ് ചോദിക്കുന്നത്. ആ നിലയിൽ ഗതികെട്ട ജീവിതമായി മാറിയിരിക്കുന്നു PC.